സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വരുന്നത് ഇപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ഹിപ്നോസിസിലൂടെ കാണിക്കുന്നു എന്നുള്ളൊരു സാധനം വരുന്ന സമയത്ത് അത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബ്രോയെ ഇപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ അയാളുടെ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഹിസ്റ്ററി എനിക്കറിയില്ല. ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു OCD എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ ട്രൈറ്റ് ഉള്ള ഒരാളായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അയാളെ ഞാൻ വിളിച്ചിട്ട് ബ്രോ നിങ്ങളെ ഞാൻ ഇപ്പോൾ സ്പോട്ടിൽ ഹിപ്നോസിസ് ചെയ്തിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഈ മരിച്ചുപോയ ആൾക്കാരെന്ന് കാണിക്കുക എന്നുള്ളൊരു ഇമോഷൻ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് നമുക്കെല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ള ഒരു സാധനമാണ് നമ്മളെ വിട്ടുപോയ ആ ഒരാളിനെ ഒന്നുകൂടെ കാണണം എന്നുള്ളത്. ചിലപ്പോൾ അമ്മയോ അച്ഛനോ അനിയനോ ചേട്ടനോ കൂട്ടുകാരനോ ആരാവാം. അപ്പം ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചിട്ടൊരു 5 വർഷമായി കാണും. അവരുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ പതിയെ പതിയെ മാറി ഈ പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന അയാളുടെ കൂട്ടുകാരൻ അതിൽ നിന്നൊക്കെ മൂവ് ഓൺ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. എന്നാലും ഈ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ കൗതുകം, എനിക്കും അയാളെ ഒന്ന് കാണണം എന്നുള്ളൊരു കൗതുകം. അത് സാധാരണയായിട്ട് ഹ്യൂമൻസിന് വരുന്നൊരു ഫീലിംഗ് ആണ്. പക്ഷേ ഞാൻ അത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹിപ്നോസിസിലൂടെ അവരെ ട്രാൻസിലേക്ക് എത്തിച്ച് അങ്ങനെ കാണുന്നതായിട്ടുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പോസിബിളാണ്. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശേഷം പല ആൾക്കാർക്കും സൈക്കോളജിക്കലായിട്ടുള്ള ട്രോമാസ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്.